എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 ഡിസംബർ 14 നടത്തിയ നെറ്റ് എക്സാമിലെ ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്ന റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ കമ്മ്യൂണിക്കേഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. Identify the software used for detecting plagiarism, mentally Turnitin compiler, identicator. ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. ടർനിറ്റിന് ഐഡൻറ്റിക്കേറ്ററും ആണ്. മെൻ്റലി എന്ന് പറയുന്നത് ഒരു റെഫറൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. റെഫറൻസ് മാനേജർ സോഫ്റ്റ്വെയർ ആണ് മെൻ്റലി എന്ന് പറയുന്നത്. കമ്പൈലർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ടർനിറ്റിൻ എന്ന് പറയുന്നത് ഒരു ഒറിജിനാലിറ്റി ചെക്കിംഗ് ആണ്. അതായത് ഒരു പ്ലേജറിസം പ്രിവെൻഷൻ സർവീസാണിത്. അതായത് സൈറ്റേഷൻ മിസ്റ്റേക്ക്, ഇൻഅപ്രോപ്രിയേറ്റ് കോപ്പിയിങ് എന്നിവയൊക്കെയാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. ഐഡൻറ്റിക്കേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലേജറിസം ഡിറ്റക്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്രോച്ച് ടു ദ അനാലിസിസ് ഓഫ് കണ്ടന്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റഡി ഓഫ് സയൻസ്. സയൻസിൻ്റെ സ്റ്റഡിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അപ്രോച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെമിയോട്ടിക്സ്, എത്നോഗ്രഫി, കണ്ടന്റ് അനാലിസിസ്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഏതായിരിക്കും? സയൻസ്, സ്റ്റഡി ഓഫ് സയൻസ് എപ്പോഴും സെമിയോട്ടിക്സുമായിട്ട് റിലേറ്റ് ചെയ്താണ് പോകുന്നത്. അതായത് സ്റ്റഡി ഓഫ് സയൻസിനാണ് നമ്മൾ സെമിയോട്ടിക്സ് എന്ന് പറയുന്നത്. എത്നോഗ്രാഫിക് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു യൂസേഴ്സിനെ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ സെറ്റിങ്ങിൽ അവരുടെ ആ ഒരു ലൈഫ്സിനെ പറ്റി പഠിക്കുന്നതാണ് എത്നോഗ്രാഫിക് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അവിടെ ചെന്നിട്ട് അവരവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ എങ്ങനെയാണ് ജീവിക്കുന്നതിനെ പറ്റി, അതായത് അവരുടെ എത്നിസിറ്റിനെ പറ്റി പഠിക്കുന്നതാണ് എത്നോഗ്രാഫിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ. കണ്ടന്റ് അനാലിസിസ് കണ്ടന്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി, അതായത് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഒക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോ ഇൻ കറക്റ്റ് സീക്വൻസ് അക്കോർഡിംഗ് ടു APL സ്റ്റൈൽ ഓഫ് റെഫറൻസിങ്. അതായത് APL സ്റ്റൈൽ അനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കറക്റ്റ് സീക്വൻസ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടൈറ്റിൽ ഓഫ് ദ റിസർച്ച് ആർട്ടിക്കിൾ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, നെയിം ഓഫ് ജേർണൽ, നെയിം ഓഫ് ഓതർ. ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് ആദ്യം നമ്മൾ നെയിം ഓഫ് ദ ഓതർ ആണ് വയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് വയ്ക്കും? ഇയർ ഓഫ് പബ്ലിക്കേഷൻ ബ്രാക്കറ്റിൽ കൊടുക്കും. അതിനുശേഷം നമ്മുടെ ടൈറ്റിൽ ഓഫ് ദ റിസർച്ച് ഇൻവേർട്ടഡ് കോമയിൽ കൊടുക്കും. അതിനുശേഷം നമ്മൾ നെയിം ഓഫ് ദ ജേർണൽ കൊടുക്കും. Next question, if you wish to test whether population mean is lower than some hypothesized value, you would apply. അതായത് നമ്മുടെ ഹൈപ്പോത്തിസിസ്ഡ് വാല്യൂവിനേക്കാൾ ലോവർ ആയിട്ടാണ് പോപ്പുലേഷൻ മീൻ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 tail ടെസ്റ്റ്, 2 tail ടെസ്റ്റ്, ഹാഫ് tail ടെസ്റ്റ്, 3 tail ടെസ്റ്റ്. ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. 1 tail ടെസ്റ്റാണ്. 1 tail ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വാല്യൂസ് ഒന്നുകിൽ ലോവർ ദാനോ അല്ലെങ്കിൽ ഹയർ ദാനോ ഒക്കെ ആയിരിക്കുമ്പോഴാണ്. പാരാമീറ്ററിലെ വാല്യൂസ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ 1 tail ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി 2 tail ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് വരുമ്പോഴാണ്, അതായത് പാരാമീറ്ററിൽ ചേഞ്ച് വരുമ്പോഴാണ് നമ്മൾ 2 tail ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് 1 tail ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അതായത് ഏത് സാമ്പിളാണ് ഗ്രേറ്റർ അല്ലെങ്കിൽ ഏത് സാമ്പിളാണ് ലെസ് എന്ന് അറിയാനായിട്ട് ഡിറ്റർമൈൻ ചെയ്യാനാണ് നമ്മൾ 1 tail ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. 2 tail ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ 2 സാമ്പിൾസിന് ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. ഈ 1 tail ടെസ്റ്റിനെയാണ് നമ്മൾ ഡയറക്ഷണൽ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. 2 tail ടെസ്റ്റിനെയാണ് നമ്മൾ നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. 3 tail ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സുപ്പീരിയോറിറ്റി, ഇക്വിവലൻസ്, ഇൻഫീരിയോറിറ്റി ഇതൊക്കെ നോക്കാനായിട്ടാണ് നമ്മൾ 3 tail ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെൻറ്റ്സ് ദ മീനിങ് ഓഫ് ദ അബ്രിവിയേഷൻ ANT യൂസ്ഡ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. അതായത് ANTയുടെ ആ ഒരു എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അബ്രിവേഷൻ അനോണിമസ്, ബിഫോർ, ആഫ്റ്റർ ആൻഡ് അതേഴ്സ്. ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. ബിഫോർ ആണ്. നമ്മൾ ഈ അബ്രിവേഷൻസ് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അതിൻ്റെ അന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ANON എന്നുള്ളതാണ് അനോണിമസ് എന്നുള്ളതിൻ്റെ അബ്രിവേഷൻ. ETAL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് അതേഴ്സ് എന്നുള്ളതാണ്. സോ നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ 5 ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കമ്മ്യൂണിക്കേഷനിലെയാണ്.
ഓൾ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആർ ഇവാലുവേറ്റഡ് ഇൻ റിലേഷൻ ടു. എല്ലാ കമ്മ്യൂണിക്കേഷനും നമ്മൾ എന്തിൻ്റെ ബേസ് ചെയ്താണ് ഇവാലുവേറ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, റേഡിയോ ട്രാൻസ്മിഷൻ, ടെലിവിഷൻ എൻ്റർടൈൻമെൻറ്റ്, ഇൻ്റർനെറ്റ് യൂസേജ്. ഏതായിരിക്കും? ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണ്. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ കമ്മ്യൂണിക്കേഷനും പോകുന്നത്. അതാണ് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ഒരാൾക്ക് മറ്റൊരാൾക്കൊരു മുഖത്തോട് മുഖം സന്ദേശം കൈമാറുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. സോ എല്ലാ കമ്മ്യൂണിക്കേഷനും ഇവാലുവേറ്റ് ചെയ്യുന്ന ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനെ ബന്ധപ്പെടുത്തുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മീഡിയ ഈസ് ഓഫൻ ഡിസ്ക്രൈബ്ഡ് ആസ് വൺ ഡേ ബെസ്റ്റ് സെല്ലർ. വൺ ഡേ ബെസ്റ്റ് സെല്ലർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് മീഡിയ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയോ, ഇൻ്റർനെറ്റ്, നോവൽ, ന്യൂസ് പേപ്പർ. ഏതായിരിക്കും? ന്യൂസ് പേപ്പർ ആയിരിക്കും. റേഡിയോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. ഇൻ്റർനെറ്റും പറ്റത്തില്ല. നോവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ബെസ്റ്റ് സെല്ലർ നമ്മൾ പറയാറുണ്ടെങ്കിൽ വൺ ഡേ ബെസ്റ്റ് സെല്ലർ എന്ന് ഒരിക്കലും പറയാറില്ല. സോ വൺ ഡേ ബെസ്റ്റ് സെല്ലർ നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് ന്യൂസ് പേപ്പറിനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗ്രീക്ക് റെറ്ററിക്കൽ കമ്മ്യൂണിക്കേഷൻ എംബസൈസ്ഡ് ഓൺ ദ എലമെൻറ്റ്സ് ഓഫ്. അതായത് ഗ്രീക്ക് റെറ്ററിക്കൽ കമ്മ്യൂണിക്കേഷൻ എംബസൈസ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ എലമെൻറ്റ്സിനെ ബേസ് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്. ഡിലേഡ് ഫീഡ്ബാക്ക്, ലോവർ കേസ് ലാംഗ്വേജ്, ലോഗോസ്, ഈതോസ്, പാത്തോസ്. ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ 4 ആണ്. ഈസിയാണ്. ലോഗോസും ഈതോസും പാത്തോസുമാണ് ഗ്രീക്ക് റെറ്ററിക്കൽ കമ്മ്യൂണിക്കേഷൻ എംബസൈസ് ചെയ്യുന്നത്. ഗ്രീക്ക് റെറ്ററിക്കൽ കമ്മ്യൂണിക്കേഷൻ പ്രൈമറിലി എംബസൈസ് ചെയ്യുന്നത് 3 എലമെൻസിനെയാണ്. അതായത് ഈത്തോസ്, പാത്തോസ്, ലോഗോസ്. ഈത്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിബിലിറ്റി, അതായത് കമ്മ്യൂണിക്കേഷൻ്റെ ആ പറയുന്ന കാര്യങ്ങളിലെ ക്രെഡിബിലിറ്റി. പാത്തോസ് ഇമോഷണൽ അപ്പീൽ, അത് നമുക്ക് കൺവേ ചെയ്യുന്ന ഇമോഷണൽ മീനിങ്. ആ ലോഗോസ് ലോജിക്കൽ റീസണിങ്. ഇതൊക്കെയാണ് ഗ്രീക്ക് റെറ്ററിക്കൽ കമ്മ്യൂണിക്കേഷൻ എംബസൈസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ റെറ്ററിക്കൽ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്ത അരിസ്റ്റോട്ടിലാണ്. ഈത്തോസിൽ വരുന്ന സ്പീക്കർ പറയുന്ന ആ ഒരു ട്രസ്റ്റ് വർത്തിനെസ്സും ക്രെഡിബിലിറ്റിയാണ് വരുന്നത്. പാത്തോസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഓഡിയൻസിനെ ഇമോഷൻസിനെ അപ്പീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ലോഗോസിൽ വരുന്നതാണ് ലോജിക് ആൻഡ് റീസൺ യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ ഫാക്ട്സും ഡേറ്റാസും ഒക്കെ പറയുന്നതാണ്. ഈ റെറ്റോറിക് ഒറിജിനേറ്റ് ചെയ്ത ഗ്രീക്കിലാണ്. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സോക്രട്ടീസ് ഒക്കെയാണ് സ്റ്റഡി ചെയ്ത്. അവരാണ് ഈ ഒരു ആർട്ട് ഓഫ് പെർസ്യൂസീവ് സ്പീച്ച് റിഫൈൻ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ 2 സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1, when passive defense system are encouraged, a defensive response will resist attitudinal change if we apply the inclusion theory of communication. Statement 2, a strong dose of argument will strengthen the receiver's immune system. In the light of the above statement, choose the most appropriate answer from the options given below. നമ്മൾ ഒരു ഇനോക്കുലേഷൻ തിയറി ഓഫ് കമ്മ്യൂണിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമ്മൾ പാസീവ് ഡിഫൻസ് സിസ്റ്റമാണ് എൻകറേജ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഡിഫൻസിൻ്റെ റെസ്പോൺസ് വരുന്നത് എപ്പോഴും ആറ്റിറ്റ്യൂഡൽ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2-ൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്ട്രോങ് ഡോസ് ഓഫ് ആർഗ്യുമെൻറ്റ്, അതായത് നമ്മൾ പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് റിസീവറിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്ട്രെങ്തൺ ചെയ്യുമെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് 2-ൽ പറഞ്ഞിരിക്കുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റും ആണ്. അതായത് ഒരു സ്ട്രോങ് ഡോസ് ഓഫ് ആർഗ്യുമെൻറ്റ് റിസീവറിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്ട്രെങ്തൺ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും തെറ്റാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രോങ് ഡോസ് ഓഫ് ആർഗ്യുമെൻറ്റ് ഒരിക്കലും റിസീവറിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്ട്രെങ്തൺ ചെയ്യുന്നില്ല, അത് വീക്കാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്ട്രോങ് ആയിട്ടൊരു ആർഗ്യുമെൻറ്റ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കതൊരു വീക്കായിട്ടാണ് വരുന്നത്. ഇനോക്കുലേഷൻ തിയറി എന്ന് പറയണത് മിസ്ഇൻഫർമേഷൻ എല്ലാം കൗണ്ടർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഒരു പാസീവായിട്ട് ഡിഫൻസ് സിസ്റ്റത്തെ നമ്മൾ എൻകറേജ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വരുന്ന ഡിഫൻസീവ് റെസ്പോൺസ് ആറ്റിറ്റ്യൂഡൽ ചേഞ്ച് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ട് വന്നത്. Next question, given below 2 statements. Statement 1, through feedback, students can later critique their own communication competency outside the classroom. Statement 2, motivational orientation towards communication should be identified by teachers to better the communication competency of the students. In the light of the above statement, choose the most appropriate answer from the options given below. സ്റ്റേറ്റ്മെൻറ്റ് 1 പറഞ്ഞിരിക്കുകയാണ്, ഫീഡ്ബാക്ക് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾക്ക് അവരുടെ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷന് വിലയിരുത്താനായിട്ടുള്ളൊരു കോമ്പീറ്റൻസി, അതായത് നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുത്തു കഴിയുമ്പോൾ ക്ലാസ് റൂമിന് പുറത്ത് വെച്ച് കുട്ടികൾക്ക് അവരുടെ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കോമ്പീറ്റൻസിനെ ക്രിട്ടിക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2-ൽ പറഞ്ഞിരിക്കുന്നത് ഈ കമ്മ്യൂണിക്കേഷനോടുള്ള നമ്മുടെ ഒരു മോട്ടിവേഷണൽ ഓറിയൻറ്റേഷൻ
ടീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കോമ്പിറ്റൻസി കൂടും. അതായത് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് നമുക്ക് കുറച്ച് മോട്ടിവേഷണൽ ഓറിയൻറ്റേഷൻ കുട്ടികൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കോമ്പിറ്റൻസി ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ് ആണ്. അതായത് നമ്മൾ ഫീഡ്ബാക്ക് കമ്മ്യൂണിക്കേഷനിൽ എന്ത് കാര്യത്തിലായാലും ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരെ തന്നെ വിലയിരുത്താൻ അതൊരു ഓപ്പർച്യൂണിറ്റി ആവുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2-ൽ പറഞ്ഞിരിക്കുന്ന മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ കോമ്പിറ്റൻസി ബെറ്റർ ആവുന്നുണ്ട്. അത് കമ്മ്യൂണിക്കേഷനിൽ മാത്രമല്ല വേറെ ഏത് കാര്യത്തിലാണെങ്കിലും കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിലുള്ള അവരുടെ ഇൻട്രസ്റ്റും താല്പര്യവും കൂടുകയും അവർക്ക് അതിനകത്ത് കുറച്ചും കൂടെ കോമ്പിറ്റൻ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അനലൈസ് ചെയ്ത് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്